ഭാരതഭൂമിയുടെ മധ്യത്തിൽ സ്വർഗത്തിൻ്റെ മാതൃവാത്സല്യം പെയ്തിറങ്ങുന്ന ഒരിടമുണ്ട്. ജീവിത പ്രശ്നങ്ങളുടെ നീർച്ചുഴിയിൽപ്പെട്ടുഴലുന്ന ദൈവമക്കൾക്ക് ആശ്വാസവും ആലംബവുമായി തീരുന്ന ഒരമ്മ വീട്. മധ്യപ്രദേശിലെ ഖണ്ഡ്വ രൂപതയിലെ ഔളിയ ഇടവകയിൽ ഉൾപ്പെട്ട ഭൂയിഭൽ എന്ന സ്ഥലത്താണ് കാഞ്ചബൈഡ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തി അനുഭവിച്ചറിഞ്ഞ് ദൈവസ്നേഹാനുഭവത്തിലേക്ക് വളരാൻ അനേകരെ സഹായിച്ച വിശുദ്ധ ഭൂമികയാണിവിടം. കാഞ്ചബൈഡ മാതാവിൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രം ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ്. ഈ കുന്ന് ഏകദേശം 156 അടി പൊക്കമാണ്. ഈ കുന്നിൻ്റെ മുകളിലെ ഈ മാതാവിൻ്റെ ദേവാലയം അതിസുന്ദരമായി നിലകൊള്ളുകയാണ്. ഇവിടെ മാതാവിൻ്റെ സാന്നിധ്യം അനേകായിരങ്ങൾ വന്ന് അനുഭവിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സൗഖ്യവും വളരെ പ്രത്യേകിച്ച് മാതാവിൻ്റെ ശക്തമായ മധ്യസ്ഥത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകവും ജനങ്ങൾ ഭക്തർ അനുഭവിക്കുന്നു. കാഞ്ചബൈഡ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ 1901 ഡിസംബറിൽ ഖണ്ഡ്വയിൽ എത്തിച്ചേർന്ന ബ്രദർ പൗലൂസ് മോറിസും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഔളിയ മിഷനിലേക്ക് വരുന്നത് 1902 ആരംഭത്തിലാണ്. അങ്ങനെ അവിടെ ഒരു വലിയ മിഷൻ സാധ്യതകൾ അവർ കാണുകയും അവിടെ സ്കൂൾ ആരംഭിക്കുകയും മറ്റ് മിഷൻ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്തു. ഉടൻ തന്നെ അതേ വർഷം തന്നെ ഇവിടെയും, അതായത് കാഞ്ചബൈഡയിലും സോൻഗർ എന്ന വില്ലേജിലും ഖണ്ഡ്വയിലും സിർപൂറിലും മിഷൻ പ്രവർത്തനങ്ങൾ അവർ ആരംഭിച്ചു. അങ്ങനെ തുടർന്ന് കാഞ്ചബൈഡയിൽ താമസിച്ചുകൊണ്ട് മിഷണറിമാർ, ബ്രദേഴ്സ് ആയിരുന്ന ഫ്രാൻസിസ്കൻ ബ്രദേഴ്സ് ആയിരുന്ന മിഷണറിമാർ പല വില്ലേജുകളിലും സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മിഷൻ പ്രവർത്തനം ചെയ്യുകയും സുവിശേഷ പ്രഘോഷണം നടത്തുകയും സോഷ്യൽ വർക്കിലൂടെ ഒരുപാട് വില്ലേജസിനെ സഹായിക്കുകയും ചെയ്തു. 1902 ജർമ്മനിയിൽ നിന്നെത്തിയ ഫ്രാൻസിസ്കൻ സന്യാസ സഭാംഗമായ ബ്രദർ പൗലോസ് മോറിറ്റ്സും മറ്റ് സഹോദരന്മാരുമാണ് ഇവിടെ പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടോ സ്ഥാപിച്ചത്. 1904 നാഗ്പൂർ രൂപതാ ബിഷപ്പായിരുന്ന ബൊനവഞ്ചോർ പിതാവാണ് തറക്കല്ലിട്ടത്. വീടുകളിൽ നിന്നും പുറത്താക്കപ്പെട്ട കുഷ്ഠരോഗികളെ ബ്രദർ പൗലോസ് മോറിറ്റ്സിൻ്റെ നേതൃത്വത്തിൽ ഈ കുന്നിൻ ചെരുവിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചിരുന്നു. തുടർന്ന് പല വർഷങ്ങൾക്ക് ശേഷം ഈ കാഞ്ചബൈഡയിലേക്ക് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുകയും എല്ലാവരാലും വെറുക്കപ്പെടുകയും ചെയ്ത കുഷ്ഠരോഗികളെ പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടുപിടിച്ച് ഇവിടെ അവരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കുകയും ചെയ്തു. ആർക്കും സ്പർശിക്കുവാനോ ആരും നോക്കുവാനോ സംരക്ഷിക്കുവാനോ ആഗ്രഹിക്കാത്ത ഈ കുഷ്ഠരോഗികളെ ഈ ചെറിയ കുന്നിൻ്റെ മുകളിൽ കൊണ്ടുവരികയും മറ്റ് എല്ലാവരിൽ നിന്നും അവരെ മാറ്റി ഇവിടെ താമസിപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ സന്നിധിയിൽ അവർക്ക് വലിയ ആശ്വാസം നൽകുകയും ചെയ്തു. മാതാവിൻ്റെ ഇവിടുത്തെ സാന്നിധ്യം തീർച്ചയായും ഈ കുഷ്ഠരോഗികൾക്ക്, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഇവർക്ക് സമൃദ്ധമായ സന്തോഷത്തിൻ്റെയും ഒരു ആശ്രയത്തിൻ്റെയും കേന്ദ്രമായി മാറി. തുടർന്ന് ഹോളി സ്പിരിറ്റ് സിസ്റ്ററായ സിസ്റ്റർ ക്രിസ്തോവാൽദിസിൻ്റെ പ്രവർത്തന സമയത്ത് ഇവിടെ നിന്നും രോഗികളെ ഔളിയ വില്ലേജിലേക്ക്, അവിടെ ഒരു കോളനി സ്ഥാപിച്ച് അവിടേക്ക് മാറ്റി പാർപ്പിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ഇവിടെ വളരെ കുറച്ച് പേര് മാത്രം സന്ദർശിക്കുകയും ബ്രദേഴ്സ് ഇവിടെ തങ്ങളുടെ മിഷൻ പ്രവർത്തനം അവസാനിച്ച ആ കാലഘട്ടത്തിന് ശേഷം വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഈ കുന്നിൻപുറത്തിലേക്ക് കയറി വരികയും മാതാവിനെ സന്ദർശിക്കുകയും ചെയ്തത്. അങ്ങനെ ഏകദേശം 30ഓളം വർഷം അധികം ശ്രദ്ധയൊന്നും കൊടുക്കാതെ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടിരുന്ന അവസ്ഥയിലായിരുന്നു ഈ സ്ഥലം. 1934 മുതൽ SVD വൈദികർ ഈ മിഷന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അതോടെ കാഞ്ചബൈഡ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാനും ആരംഭിച്ചു. ഫാദർ JS നിക്കോളാസ് SVD അന്നുണ്ടായിരുന്ന ഗ്രോട്ടോ നവീകരിക്കുകയും ചെയ്തു. 1960കളിൽ
ഈ പ്രദേശത്ത് മിഷൻ പ്രവർത്തനങ്ങൾക്കായി കടന്നുവന്ന ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സ് കുഷ്ഠരോഗികളെ പരിചരിക്കുന്ന പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടുപോയി. ജർമ്മനിയിൽ നിന്നുള്ള സിസ്റ്റർ ക്രിസ്റ്റോ വാൾഡിസ് ഔളിയ പ്രദേശത്ത് കുഷ്ഠരോഗികൾക്കിടയിൽ നടത്തിയ പ്രവർത്തനങ്ങളെ പരിഗണിച്ച് നിമാഡ്കി ഡാമിയൻ എന്നുവരെ വിശേഷിപ്പിക്കപ്പെട്ടു. ഔളിയയിൽ കുഷ്ഠരോഗ നിവാരണത്തിനായി അവർ ആശുപത്രി സ്ഥാപിക്കുകയും രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് കുഷ്ഠരോഗികളെ ചികിത്സിച്ച് രോഗസൗഖ്യം നൽകുകയും ചെയ്തു. എതിർപ്പുകളുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും അവസരങ്ങളിൽ സിസ്റ്റർ ക്രിസ്റ്റോ വാൾഡിസ് പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മ ശക്തി സംഭരിക്കാനായി എത്തിയിരുന്നത് ഈ കുന്നിൻ മുകളിലെ കാഞ്ചബൈഡ മാതാവിൻ്റെ തിരുസന്നിധിയിലായിരുന്നു. ആയിരത്തി 1995 മുതൽ ഔളിയ മിഷന്റെ ചുമതല പലോട്ടൈൻ വൈദികർ ഏറ്റെടുത്തു. പലോട്ടൈൻ പ്രഭു പ്രകാശ് പ്രോവിൻസിൻ്റെ ഇപ്പോഴത്തെ പ്രൊവിൻഷ്യലായ ഫാദർ വർഗീസ് പുല്ലൻ SAC ആയിരുന്നു ഔളിയായിലെ ആദ്യ പലോട്ടൈൻ വികാരി. 2000 ജൂലൈ 25 ഫാദർ സൈമൺ നസറത്ത് SACയുടെ കാലത്ത് സാമൂഹ്യ വിരുദ്ധർ കാഞ്ചബൈഡ മാതാവിൻ്റെ രൂപം തകർത്തു. പിന്നീട് മാതാവിൻ്റെ പുതിയൊരു രൂപം സ്ഥാപിച്ചെങ്കിലും തകർക്കപ്പെട്ട രൂപം ഇപ്പോഴും ഈ ദേവാലയത്തിൽ തന്നെയുണ്ട്. 2011 ഫാദർ സഖായദാസ് SACയുടെ കാലത്ത് ഖണ്ഡ്വ രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ ദുരൈരാജ് കാഞ്ചബൈഡയെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. Franciscan missionary brothers who began their healthcare ministry at Aulia in 1902, they selected a place, a small hillock called Kanjabeda, on the top of a hillock where they could offer help to all these lepers and sick and suffering. Along with their medical care, they also prayed to our Blessed Virgin Mother Mary, and they were able to offer the healing touch of the Lord. And this wonderful shrine was further developed by Father Nicholas Jess SVD. But then for quite some time this place was deserted, and then this parish was handed over to the Palatine missionaries, and the Palatine fathers have now further focused on the development of this shrine at Kanjabeda. They are organizing holy Eucharistic celebrations, rosaries and novenas and prayers, and people are receiving God's healing touch on the top of this Kanjabeda. And our Blessed Mother is praying for all those who come up on this hillock and pray to our Blessed Mother. And so, looking at the miracles and wonders that are happening at Kanjabeda, we are encouraging more and more devotees of our Blessed Mother to approach her and receive the Lord's blessings and healing touch at Kanjabeda. And so, we will be developing this shrine as a place of prayer. We are developing this place as a place of consolation and comfort, where people of all religions, all castes, all people could come and receive the Lord's blessings. And this is our plan, and we pray the Lord may shower His abundant blessings through the intercession of our Blessed Mother at Kanjabeda. 2013 ഔളിയ മിഷന്റെ ചുമതലയേറ്റ ഫാദർ പ്രകാശ് തങ്കപ്പൻ SAC കാഞ്ചബൈഡയിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ആരാധന നടത്തുവാൻ തുടങ്ങി. ഇതോടെ ശക്തമായ ദൈവിക സാന്നിധ്യം ഇവിടെ അനുഭവപ്പെടാനും തുടങ്ങി. വിവിധ ജീവിത പ്രശ്നങ്ങളുമായി കടന്നുവന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥവും പ്രകടമായി അനുഭവിക്കാൻ സാധിച്ചു. തുടർന്നിങ്ങോട്ട് അമ്മയ്ക്കരികിലേക്ക് ഓടിയണയുന്ന കുഞ്ഞിനെ പോലെ പ്രദേശവാസികളും
ദൂരദിക്കുകളിൽ നിന്നുള്ളവരും കാഞ്ചബയുടെ കുന്നുകയറി അമ്മയെ കാണാൻ വന്നു തുടങ്ങി. Like I was suffering from thyroid from last 5 years. Then it was having a lot of problem because the weight gain and all the things I was suffered. And it was a year I just attend the feast of here, the Kanjabeda feast. At that time I was not sure that like thyroid will be cured, but as I just take part in the monthly prayers, like it's used to be happen like on the very first Saturday of the month, I just take part in that, and every month, and I just took the mannat over here, like ki ma please like cure me. And then after the miracle happens. Yeah, it took some time, but the miracle happens. The ma has cured me, and now I'm fit and fine. This is my true story that Mother Mary has given me the blessing with this. എല്ലാ മാസാദ്യ ശനിയാഴ്ചകളിലും വിശുദ്ധ കുർബാനയും ജപമാലയും പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും ഇവിടെ നടക്കുന്നുണ്ട്. നാനാജാതി മതസ്ഥരായ നിരവധി പേരാണ് പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിലെത്തി അനുഗ്രഹങ്ങൾ സ്വന്തമാക്കി മടങ്ങുന്നത്. सबसे पहले कांजाबेड़ा माता मरियम की जय, प्रभु की स्तुति हो, प्रभु की आराधना हो, प्रभु की महिमा हो। मैं मीरा सिसोदिया खंडवा ज़िले में ग्राम रुधि में निवास करती हूँ। मेरी तबीयत के बारे में मैं बताना चाहती हूँ कि मैं बहुत अच्छी थी, किसी प्रकार की कोई तकलीफ़ नहीं थी। अचानक तबीयत ख़राब होती है और उल्टियाँ होती है, उल्टी भी बहुत ज़्यादा होती है और वो भी खून की उल्टियाँ होती है। जब मुझे सब घबरा जाते हैं कि इतनी उल्टी और इतनी ज़्यादा मात्रा में, तो घबरा कर मुझे हॉस्पिटल ले जाते हैं और एडमिट करते हैं। डॉक्टर चेक करते हैं, पूरा खून शरीर में से ख़त्म हो चुका था, सिर्फ 4 ग्राम खून बचा था। उसके बाद में वहाँ पर चेकअप वगैरह करा, तो पहले प्रारंभिक स्तर पर तो डॉक्टरों को उतना कुछ समझ में नहीं आया कि क्या हो गया है। उन्होंने फ़ाइल वगैरह तैयार करी और कहा कि आपका जो लीवर है वो भ्रष्ट हो गया है, ऐसा उन्होंने कहा। फिर हमने उस रिपोर्ट को ले जाकर भोपाल पहुंचाया। भोपाल में वहाँ पर डॉक्टरों ने देखा और फिर हमसे कहा कि आपको तुरंत आना पड़ेगा क्योंकि ये बहुत सीरियस केस है, हमको फिर से आपकी जांच करनी होगी कि आखिर बीमारी क्या है। फिर हम लोग तुरंत भोपाल जाते हैं। भोपाल में एक प्राइवेट हॉस्पिटल में मेरा पूरा ट्रीटमेंट होता है। वहाँ पर वो बताते हैं कि आपका जो ताप तिल्ली बढ़ी हुई है और उन लोग उस चीज़ का ऑपरेशन कर देते हैं। परंतु ऑपरेशन में बहुत सारे लगभग हमको वहाँ पर 2-2.5 लाख रुपए लगते हैं, परंतु फ़ायदा कुछ नहीं होता है। 1 महीने तक ट्रीटमेंट चलता है, ऑपरेशन के बाद भी फ़ायदा कुछ नहीं होता है। उसके बाद फिर हम हमारे घर आते, खंडवा वापस आते हैं। बीमारी वही की वही, पेट पर सूजन रहती थी हमेशा, बहुत दर्द होता था, बहुत तकलीफ़ होती थी और हालत बहुत ख़राब हो गई थी। एक बच्चे के जैसे हालत हो गई थी, देखने वाले देखकर ऐसे उनके आँखों में आंसू आ जाते थे, इतनी ज़्यादा तबीयत ख़राब हो गई थी। उसके बाद फिर तबीयत ख़राब होती है। फिर हम लोगों को किसी ने बताया कि आप लोग किसी गैस्ट्रोलॉजिस्ट को बताइए, तो फिर हम भोपाल जाते हैं। वहाँ पर एक डॉक्टर से मिलते हैं, वो गैस्ट्रोलॉजिस्ट ही थे। फिर उन्होंने डॉक्टर ने चेकअप किया, वो देखते हैं कि मेरे लीवर पर छाले आ गए हैं और लीवर पूरा 90 के करीब पूरा डैमेज हो चुका है। वो कोशिश करते हैं इलाज वगैरह करने की, पर डॉक्टर बार 2-3 बार हमको बुलाया। वहाँ पर भी हमको 3 बार में लगभग 75,000 रुपये लग गए। वही डॉक्टर के पास में कुछ फ़ायदा नहीं हुआ। डॉक्टर बोलते हैं आपका लीवर पूरा डैमेज हो चुका है। मेरे पति से कहते हैं कि बहुत मुश्किल है, लीवर बदलना पड़ेगा और इसके लिए 30 से 40 लाख रुपए लगेंगे। तो हमारे पास तो इतना कुछ भी नहीं था, कहाँ से लाएंगे। ये सोचकर डॉक्टर बोले कि इसके लिए ऑपरेशन के लिए आपको दिल्ली, बड़ी सिटी दिल्ली, बॉम्बे, पंजाब, हरियाणा में जाना पड़ेगा और सबसे पहले बॉम्बे जाओ, चेकअप करवा के लाओ। तो हमारे पास तो कुछ पैसा नहीं था। डॉक्टर ने तीसरी बार बुलाया था हमको कि आपको आना है, यहाँ से मैं कुछ लिख कर दूंगा, आप बॉम्बे जाना, वहाँ पर चेकअप करवाना, वहाँ से पता जैसे भी वो रिपोर्ट देंगे मुझे बताना, उसके बाद हम आपका ट्रीटमेंट करेंगे।
तो मैंने इनसे कह दिया मेरे पति से कि मैं अब कहीं नहीं जाऊंगी। हालत वैसी ही थी। मैंने कहा कि अब मुझे कहीं नहीं जाना है, मैं तो अब घर रहूंगी। उसी समय जनवरी के बाद फरवरी में माता मरियम का त्यौहार आता है, कांजाबेड़ा की माता मरियम का त्यौहार आता है। तो मैंने यहाँ से मन्नत ली कि माता मरियम, सब तरफ से हम परेशान हो चुके हैं, सब डॉक्टरों को बता चुके हैं, लेकिन कहीं से कुछ फ़ायदा नहीं है। अब तू ही मुझे संभाल, क्योंकि मैं तेरी शरण में आई हूँ। और मुझे ऐसा अंदर से लगा कि माता मरियम सब कुछ कर सकती है। मैंने माता मरियम से मन्नत ली। तो 8 दिन के बाद में मैं ठीक होना शुरू हो गई। बहुत अच्छे से, जो सूजन थी पेट पर, बहुत सूजन आ चुकी थी। और जब हमने चेकअप करवाया था तो वहाँ पर पानी भी निकला था पेट में से, करीब 7 लीटर पानी। तो वो सूजन वगैरह सब धीरे धीरे ख़त्म हो गई। और आज मैं माता मरियम की कृपा से स्वस्थ हूँ। कभी कभी तबीयत बिगड़ जाती है तो उसको मैं ज़्यादा कुछ नहीं मानती हूँ, परंतु मैं माता मरियम का बहुत बहुत धन्यवाद करती हूँ, प्रभु यीशु क्रिस्त का बहुत धन्यवाद करती हूँ कि मेरे विश्वास की वजह से आज मैं उन्हीं के दरबार में यहाँ उपस्थित हूँ। और मेरा विश्वास है कि मैं जब तक जिंदा हूँ तब तक माता मरियम का जब जब त्यौहार आएगा मैं अपनी उपस्थिति जरूर दूंगी। രോഗശാന്തിയും സന്താനലബ്ധിയും ലഹരിശീലങ്ങളിൽ നിന്നുള്ള മോചനവും തുടങ്ങി വിവിധ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. വിശ്വാസ സംരക്ഷണത്തിലൂടെയും വ്യാപനത്തിലൂടെയും സുവിശേഷ പുരോഗതിക്കായി പരിശുദ്ധ അമ്മ ശക്തമായി ഇടപെടുന്നതിൻ്റെ പ്രകടമായ അനുഭവങ്ങളാണ് കാഞ്ചബൈഡയിൽ ദൃശ്യമാകുന്നത്. हम लोग अपना 13 जून के दिन अपना सेंट एंथोनी चर्च पे मऊ जा रहे थे। तो रास्ते में हमको कांजाबेड़ा माता मंदिर के बारे में मालूम पड़ा और यहाँ मंदिर दिखाई दिया। हम लोग इस मंदिर चर्च में यहाँ पर आए और यहाँ आकर हम बैठ के प्रेयर करने लगे। उस टाइम अचानक एक बहुत यानी रोशनी टाइप में, उजेला टाइप में सामने आया। मैं, मिसेस, दोनों बच्चे और हमारी भाभी, हम 3 जन और हमारा ड्राइवर, 4 जन यहाँ प्रेयर कर रहे थे। उस टाइम हमको अचानक एकदम आँखों में से उजेला दिखा एकदम, और चेहरा एकदम सामने दिखा माँ मरियम का। उस टाइम मैं ज़ोर ज़ोर के रोने लगा। रोते रोते उस टाइम पे माता के आंखों में से भी आंसू टपकने लग गए एकदम। उस टाइम मिसेस और बच्चे मेरे तरफ देखे नहीं, उन्होंने प्रेयर नीचे मुंडी डाल के प्रेयर ही कर रहे थे। उनको भी समझ में नहीं आया कि पापा क्यों रो रहे। उसके बाद में थोड़े देर बाद में वहाँ से एकदम से मुझे आवाज़ आई कि यहाँ पर 2 फल के वृक्ष चाहिए। उस टाइम मैं काफ़ी घबरा गया, क्योंकि मेरे 2 बच्चे थे। तो मुझे ऐसा लग रहा था कि कहीं माँ मेरे से मेरे 2 फूल तो नहीं मांग रही। उस टाइम मुझे बहुत यानी और बहुत दर्द हुआ और बहुत रोने लगा। उस टाइम फिर मेरे आंखों से आंसू आए और मेरे दोनों हाथ ऑटोमेटिक ऐसे खुल गए। खुलने के बाद दोनों बच्चों के सिर पे हाथ गए और दोनों को मैंने अपने छाती के पास लगाया। उस टाइम मेरे आंखों से आंसू जो गिर रहे थे, दोनों बच्चों के सिर के ऊपर काफ़ी वो गिरे। उसके बाद मुझे थोड़ी देर बाद समझ में आया कि यहाँ फल के वृक्ष चाहिए। उस टाइम मैं बहुत खुश हुआ। खुश होने के बाद मैं प्रेयर करके एकदम उठे। फिर हम लोग, इन लोग सब मुझे देखने लगे। उस टाइम मेरे आंखों में से आंसू वगैरह कुछ भी नहीं। उस टाइम फिर मैंने इन्हों को बताया है, मिसेस वगैरह को, कि ऐसा ऐसा मेरे साथ में हुआ है। उस टाइम फिर हमने यहाँ निर्णय लिया कि हम यहाँ 2 आम के झाड़ लगाएंगे। उसके काफ़ी टाइम बाद में हमने यहाँ 2 झाड़ लगाए। उस टाइम हमारे भैया की, हम सब परिवार से आने वाले थे यहाँ झाड़ लगाने। उस टाइम सवेरे 4 बजे हमारे भैया के सर में काफ़ी यानी दर्द और वो होने लगा। तो उस टाइम उस टाइम हम लोग को घर पे फ़ोन करके भैया ने बुलाया। हम लोग हॉस्पिटल लेके गए उनको। तो डॉक्टर ने बोला इनकी तबीयत बहुत सीरियस है, आप कहीं नहीं जाना, आप इनके तरफ पास में रहना, इनका कभी भी कुछ हो सकता है बोले। उस टाइम हम प्रेयर करने लगे और उस टाइम हमको यहाँ आना बहुत ज़रूरी था झाड़ लगाने। तो मुझे ऐसा लग रहा था कि कहीं मुझे इसकी बहुत बड़ी परीक्षा यानी हो रही है मेरे से कि क्या करना चाहिए। इधर भाई का ऐसा और मेरे को इधर झाड़ लगाने परिवार सहित जाना ज़रूरी है। उस टाइम मैंने भैया भाभी वगैरह सब बात किया तो उन्होंने कहा कि आप तो जाओ, बिल्कुल जो होगा अच्छा ही होगा। हम लोग यहाँ पर आए। उसके बाद में यहाँ आने के बाद में हमने प्रेयर चालू कर दिए, प्रेयर व्रेयर करे और फादर लोग के साथ में हमने झाड़ लगा दिए। झाड़ वाड़ लगाने के बाद में हमने जब फ़ोन किए वहाँ पर और भैया माता मरियम के वहाँ पर फ़ोन रख के उनसे बात करवाए और यहाँ से जाने के जैसी प्रेयर वगैरह ख़त्म हुई, जब हम वहाँ नेपाल जाने के लिए तैयार हुए उस टाइम वहाँ से फ़ोन आया कि उनकी तबीयत काफ़ी अच्छी है। तो उस टाइम भैया से मेरी बात हुई तो उन्होंने बोला कि दिलीप मैं बहुत अच्छा हूँ, अभी
तो मैंने बोला अन्ना भी जैसा मैंने हॉस्पिटल लाया था, मैंने यहाँ प्रेयर किया हूँ, आपको उसी टाइम में घर लेके जाऊँगा। उनको भी बहुत अच्छा लगा। फिर हम यहाँ से नेपानगर निकल गए हम लोग और डायरेक्ट यहाँ से हॉस्पिटल गए। हॉस्पिटल जाने के बाद डॉक्टर ने यहाँ से गए और डॉक्टर से बात हुई तो डॉक्टर बोले इनका कुछ भी नहीं है, इनमें काफ़ी सुधार हो गया और ये बिल्कुल चंगे हैं, एकदम अच्छे हो गए, आप इनको घर ले जा सकते। तो उनको मेरी गाड़ी में मैंने बिठा के वापस घर लेके गया। उस टाइम से और यहाँ पर आने के बाद फिर मैंने फादर वगैरह से बात करी, यहाँ बातचीत हुई, यहाँ मैंने चर्च में साक्ष्य दिया इस चीज़ का। എല്ലാ വർഷവും ഫെബ്രുവരി 25-ന് നടക്കുന്ന കാഞ്ചബൈഡ മാതാവിൻ്റെ തിരുനാളിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാൻ ആയിരക്കണക്കിന് മാതൃഭക്തരാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഓടിയണയുന്നത്. കാഞ്ചമേട മാതാവിൻ്റെ ഈ തീർത്ഥാടന സ്ഥലം ഒരു മിഷൻ സെൻ്ററായി വളരണം എന്ന് ഇതിൻ്റെ സ്ഥാപകരായ ബ്രദർ പൗലോസും കൂട്ടരും ആഗ്രഹിച്ചതുപോലെ തന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 114 വർഷങ്ങൾക്ക് ശേഷം ശക്തമായ ഒരു ബോധ്യവും പ്രേരണയുമാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് ഇവിടെ നൽകുന്നത്. അതായത് കാഞ്ചബേഡയിൽ മിഷൻ പ്രവർത്തനത്തിൻ്റെ ഒരു ഹബ്ബ് രൂപപ്പെടണമെന്നാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി വളരെ തീഷ്ണമായ ഈ ഒരു ജ്വലനമാണ് ഹൃദയത്തിൽ ദൈവം ഞങ്ങൾക്കും എനിക്കും അതുപോലെ തന്നെ ഈ മിഷൻ ഹബ്ബുമായി നിലനിൽക്കുന്ന എല്ലാവർക്കും നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ശക്തമായ പ്രാർത്ഥനയും ദൈവമേ നമ്മുടെ ഈ ഭാരതദേശത്തെയും ഈ ലോകത്തെയും അങ്ങയുടെ പ്രിയപുത്രൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാനായി നമ്മുടെ ഈ കാഞ്ചബേഡയെ ഒരുപാട് മിഷണറിമാരെ തയ്യാറാക്കുന്ന ഒരു ഹബ്ബാക്കി, ഒരു മിഷൻ ഹബ്ബാക്കി രൂപപ്പെടുത്തണമേ എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 3-4 വർഷങ്ങളായി 300-ലധികം യുവജനങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരും ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക സാമീപ്യം അനുഭവിക്കുകയുണ്ടായി. ഇവർ താന്താങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ മിഷൻ പ്രവർത്തനത്തിന് ആക്കം കൂട്ടുവാനായി പ്രാർത്ഥിക്കുകയും മിഷണറിമാരെ പ്രോത്സാഹിപ്പിക്കുകയും മിഷൻ സ്ഥലങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആയിരിക്കുകയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നവരുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഒരു മിഷണറി ത്വര, ഒരു മിഷണറി തീഷ്ണത ജ്വലിച്ചു നിൽക്കുന്നതായി നാം കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് താന്താങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവരെല്ലാവരും അവരുടെ സുഹൃത്തുക്കളോടും പ്രിയപ്പെട്ടവരോടും കാഞ്ചബേഡ മരിയൻ മിഷൻ ഹബ്ബിനെക്കുറിച്ച് പറയുകയും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഒരു പുതിയ പെന്തക്കോസ്ത അനുഭവം ഇവിടെ കാഞ്ചബേഡയിൽ സ്വന്തമാക്കുന്നതിനെക്കുറിച്ചും തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ പല ദേശങ്ങളിലേക്കും കടന്നു നിന്നുകൊണ്ട് യേശുവിന് സാക്ഷ്യം വഹിച്ച് അപ്പോസ്തലന്മാർ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ജീവിക്കുവാനുള്ള തീഷ്ണതയാണ് ദൈവം ഈ സെൻറ്ററിൽ നിന്നും ഈ മിഷൻ ഹബ്ബിൽ നിന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഏവരെയും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പുതിയ പെന്തക്കോസ്ത അനുഭവം സ്വന്തമാക്കുവാൻ നിങ്ങളെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ കാഞ്ചബേഡ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു.